അഭിനവന്റെ ചെരുപ്പും വേഷവും കണ്ടിട്ടാണ് അവനെ അവിടെ നിന്ന് സെക്യൂരിറ്റി ഇറക്കി വിടാൻ ഒരുങ്ങിയത്. അഭിനവന് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയേ പറ്റൂ. പക്ഷെ അവന്റെ വേഷവിധാനം കണ്ട് അവനെ അവർ അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഞാൻ ഈ ഹോട്ടലിന്റെ ഓണർ വിക്രമിനെ കാണാൻ വന്നതാണ്. എന്താ പറഞ്ഞേ? വിക്രം സാറിനെ കാണാവുന്നതാണോ? നിന്നെ പോലത്തെ ലോക്കൽസിനെ കൊണ്ട് വിക്രം സാർ ബാത്റൂം പോലും കഴിയിക്കില്ല. പിന്നെയാണ് അദ്ദേഹത്തെ കാണാൻ കാര്യം വന്നിരിക്കുന്നത്. അവന് മുതലാളിയെ കാണണമെന്ന്. മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. ഇത്രയും പറഞ്ഞ ശേഷം സെക്യൂരിറ്റി ജീവനക്കാർ എല്ലാവരും കൂടി അഭിനവനെ ഹോട്ടലിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി. അപ്പോഴേക്കും പഴയ കാമുകി വൈഷ്ണവിയും അവളുടെ ബോയ് ഫ്രണ്ടും ദേവനും അവിടേക്ക് വന്നു. എക്സ് ബോയ് ഫ്രണ്ട്, ഭിക്ഷക്കാരൻ ഇങ്ങനെ അപമാനിക്കല്ലേ? കുറെ നാളായി ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഹോട്ടലിൽ ബാക്കി വന്ന വല്ല ഫുഡ് ഉണ്ടെങ്കിൽ ഇവൻ എടുത്തു കൊടുക്ക്. അവൻ നിന്നോളും. കുറെ നാളായുള്ള വിശപ്പുണ്ടാവും പാവം. കുറച്ചു നാളുകൾക്ക് മുമ്പ് അഭിനവ് അവന്റെ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണാണ് ഇപ്പോൾ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ നികൃഷ്ടമായി അപമാനിക്കുന്നത്. എനിക്ക് ആദ്യം വിശ്വാസം തോന്നിയില്ല ഈ പിച്ചക്കാരൻ നിന്റെ പഴയ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞത്. അവരുടെ ഈ കളിയാക്കൽ കേട്ട് അഭിനവന് കൂടുതൽ ദേഷ്യം വന്നു. അന്ന് ചില ഗുണ്ടകൾ വന്ന് നിന്റെ ഭാര്യയെ ചീത്ത വിളിച്ചപ്പോ നിന്റെ വായിൽ നിന്നൊരു ശബ്ദം പോലും പുറത്തു വന്നില്ലല്ലോ. ഇന്നിപ്പോ ദേ ഇതും. ആ ഫോൺ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നോ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യു നോ വാട്ട്, നിന്നെ പോലെ ഒരുത്തനെ കെട്ടിയതിൽ എനിക്ക് നാണക്കേട് തോന്നുന്നു. എന്റെ അച്ഛൻ വിചാരിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്റ്റാറുമായി വരെ എന്റെ കല്യാണം നടത്തുവാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്റെ മുത്തശ്ശൻ നിന്നെ പോലൊരു ദരിദ്രവാസിയെ എന്തിനു എന്റെ തലയിൽ കെട്ടിവെച്ചതെന്നാ എനിക്ക് ഇനിയും മനസ്സിലാകാത്തത്. ഓ ഗോഡ്. അഭിനവ് ഒരു ദരിദ്രനും അനാഥനുമായിട്ടാണ് വളർന്നത്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പണക്കാരിയായ അനന്യയെ അവന് വിവാഹം ചെയ്യേണ്ടി വന്നു. അനന്യയുടെ ഭാരിച്ച ചെലവുകളൊക്കെ നോക്കി അവളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവോ പണമോ അവന്റെ കയ്യിലില്ലായിരുന്നു. ഭാര്യ വീട്ടിൽ താമസിച്ചിരുന്ന അഭിനവിന് അവിടെ ഒരു ബഹുമാനവും കിട്ടിയിരുന്നില്ല. അവിടുത്തെ വേലക്കാരികൾ പോലും അവനെ വഴക്കു പറയുമായിരുന്നു. എന്താടാ നിനക്ക് കണ്ണു കണ്ടൂടെ? എന്നെ വന്ന് മുട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? കൈവിട്. മോനെ, നിനക്കറിയില്ല നീ ആരുടെ ദേഹത്താണ് കൈവച്ചതെന്നും. രാജുബായുടെ പേര് കേട്ടിട്ടില്ലേ നീ? ബായി 2 തട്ട് തട്ടിയാൽ നീ ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരും. മനസ്സിലായോ? ഇത് മറ്റേ വീട്ടിലെ അവനല്ലേ? മറ്റേ സുന്ദരിയായ ഭാര്യയും പോങ്ങൻ ഭർത്താവുമുള്ള വീട്ടിലെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യാം. എന്നിട്ട് ഭാര്യയെ കൂടി നമ്മുടെ താവളത്തിൽ വിളിക്കാം. രാത്രി മൊത്തം അടിപൊളി പാർട്ടി കൂടാം. അഭിനവിന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. റിങ് ചെയ്യുന്നത് കണ്ട രാജുഭായ് അവന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി. ഫോൺ താ, ഒരു കാരണവശാൽ ആ കോൾ എടുക്കരുത്. സ്റ്റെപ്പിന്റെ കോളാണോ? പറഞ്ഞില്ലേ രാജുബായി നിന്നെ കൊണ്ടേ പോകും. ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്റ്റെപ്പിന്റെ മധുര ശബ്ദം. എന്താ അവളുടെ പേര്? അനന്യ. അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട് ശാർമിളയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. അവൾ അഭിനവിന്റെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കണ്ടില്ലേ ഇവന്റെ ഓവർ കോൺഫിഡൻസ്? പോക്കറ്റില് 10 രൂപയില്ല, എന്നിട്ടും അവന്റെ നടത്തം കണ്ട കാട്ടിലെ ടൈഗർ ആണെന്നാ വിചാരം. രാജീവ്, ഇവനെ പോലെ ഒരു ദരിദ്രവാസിയെ ആരെങ്കിലും ജോലിക്ക് എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? സെക്യൂരിറ്റി, ഈ ദരിദ്രവാസിയെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത്. വിക്രം സാറിനെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഇവിടേക്ക് വന്നത്. എടാ, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. നീ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ചെക്കോ? നിനക്കറിയാമോ ഈ ബാങ്കിൽ വലിയ തുക മാത്രമേ ചെക്കിലൂടെ പിൻവലിക്കാൻ കഴിയൂ. എനിക്ക് പിൻവലിക്കാനുള്ള പണം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാനേജറെ കാണേണ്ടത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ ചെക്കിങ് തന്നെ. ഹരീഷ് ചെക്ക് നോക്കുക പോലും ചെയ്യാതെ അഭിനവിന്റെയും മറ്റാളുകളുടെയും മുന്നിൽ വെച്ച് കീറിക്കളഞ്ഞു. നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്താ ഈ ചെയ്തത്? സെക്യൂരിറ്റി, ഇവൻ ഇവിടുന്ന് പുറത്താക്ക്. വ്യാജ ചെക്കുമായി ബാങ്കിൽ വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ബാങ്കർമാർ വിട്ടികളാണെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിച്ച് നിന്നെ അകത്തിടും. ഇവനെ കൊണ്ടുപോ. ഈ അവസ്ഥയിൽ അഭിനവിനെ കണ്ട് ഹരീഷും ബാക്കിയുള്ളവരും വളരെയധികം സന്തോഷിച്ചു. അഭിനവ് കുറച്ചുനേരം മിണ്ടാതിരുന്നു. ഇവൻ എവിടെ വരെ പോകുമെന്ന് അവൻ അറിയണമായിരുന്നു. അപ്പോഴേക്കും റോഷ്നിയുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു, നിന്റെ സൗന്ദര്യം കണ്ടാൽ അറിയാം നീ ഏതോ നല്ല കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന്. നീ ഇവനെ പോലെയുള്ളവന്മാരുടെ കൂടെ ഡേറ്റിന് വരാൻ പാടില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ഈസ് ഇമ്പോർട്ടന്റ്, റൈറ്റ്? നിന്നോട് അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? പോടാ ഇറങ്ങി. നീ എൻ്റെ കൂടെ വാ. ട്രസ്റ്റ് മീ, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഐ വുഡ് സേ യു ഡോണ്ട് ഡിസേർവ് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ്. ജനിച്ച ഉടനെ ഉപേക്ഷിച്ച അലവലാതി. അഭിനവിന് ഇത് കേട്ടപ്പോൾ സഹിക്കാനായില്ല. അവൻ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.